ഒടുവിൽ ഗസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെയും അംഗീകാരം. സമ്പൂർണ്ണ മന്ത്രിസഭ കൂടി അംഗീകരിച്ചാൽ ഞായറാഴ്ച വെടിനിർത്തൽ ആരംഭിച്ചേക്കും. കരാർ പ്രഖ്യാപനത്തിന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയിൽ മരണം 110. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, ഒടുക്കം വാർ ക്യാബിനറ്റിനും ഇത് അംഗീകരിക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ സമ്പൂർണ്ണ മന്ത്രിസഭയിലും കാര്യമായൊരു എതിർപ്പുണ്ടാകാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച എപ്പോഴത്തേക്ക് ഈ സമാധാനം നിലവിൽ വരും? ഗസയിൽ വെടിയൊച്ച നിലക്കും. സൈഫുദ്ദീൻ, 15 മാസം നീണ്ട ഗസ യുദ്ധത്തിന് അടുത്ത ഞായറാഴ്ചയോടുകൂടി അന്ത്യമാകും, താൽക്കാലികമായെങ്കിലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഖത്തറും അമേരിക്കയും ഹമാസും ഈ വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്നുവരെ അക്കാര്യം മിണ്ടിയിരുന്നില്ല. ഇന്നാദ്യമായി നെതന്യാഹു ഈ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ ക്യാബിനറ്റ് ചേർന്നു. ആ ക്യാബിനറ്റിൽ 11-9 എന്ന നിലയിൽ 9 പേരുടെ വോട്ടോടു കൂടി അതിനെ അംഗീകരിച്ചു. ഇനിയിപ്പോൾ പൂർണ്ണ മന്ത്രിസഭയുടെ ഫുൾ ക്യാബിനറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് കൂടി അംഗീകരിക്കുന്നതോടുകൂടി ഇതിന് ഇസ്രായേലിൻ്റെ അംഗീകാരമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 24 മണിക്കൂർ ഒരു സമയം കൂടി, ഗ്രേസ് പീരീഡ് കൂടിയുണ്ട്. ആ 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ആളുകൾക്ക് കോടതിയെ സമീപിക്കാനുള്ള സമയം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ വെടിനിർത്തലിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് എങ്കിൽ ഞായറാഴ്ചയോടുകൂടി, മറ്റന്നാളോടുകൂടി ഈ കരാർ പ്രാബല്യത്തിൽ വരും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. 20-നാണ്, തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അതിനു മുമ്പ് വെടിനിർത്തൽ വേണമെന്ന് ട്രംപ് ശക്തമായ ഭാഷയിൽ നെതന്യാഹുവിനെ ഉണർത്തിയിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും മറുഭാഗത്ത് ശക്തമായ ആക്രമണം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നു. 110 പേരെ കൊല്ലുന്നു. അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്. പരമാവധി പേരെ ഈ 24 മണിക്കൂറിൽ കൊന്നൊടുക്കുക എന്നുള്ളതായിരിക്കും ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി.